ഈ പള്ളിയിൽ കിട്ടുന്ന ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ ഏകദേശം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഞാൻ പെരുംജീരകം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ആ ജാറിൽ തന്നെയാണ് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം, അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഉപ്പ്, ഉലുവ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു പട്ട, ഏലക്ക, ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും ചതച്ചതും പിന്നെ തക്കാളിയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് നിരടിയെടുത്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ കുക്കർ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് കുക്കർ അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഈ ഒരു ബീഫ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഗരം മസാല